ഈ 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങളെ ക്വാർട്ടർലി എക്സാമിന് ഇതിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യനും നിങ്ങളെ ക്വാർട്ടർലി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ട് യു മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? എന്താണ് റൗൾസ് ലോ? എന്താണ് ഹെൻറീസ് ലോ എന്നാ ചോദിച്ചത്. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് ആപ്പ്. ആർട്ടി ആണ്. അപ്പൊ സൊല്യൂഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ, പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സൊല്യൂഷൻ. ഇതിലെ 10 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. മക്കൾ ഓർമ്മിക്കുക, ഈ 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങളെ ക്വാർട്ടർലി എക്സാമിന് ഇതിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യനും നിങ്ങളെ ക്വാർട്ടർലി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Osmotic pressure method is the best method to calculate the molar mass of proteins and polymers. പ്രോട്ടീൻസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണെന്ന്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീനും പോളിമേഴ്സും ഒക്കെ വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നല്ല കൂടുതൽ മാഗ്നിറ്റ്യൂഡായും ഹൈ മാഗ്നിറ്റ്യൂഡായിരിക്കും. അതുകൊണ്ട് എറർ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് പോളിമേഴ്സ്. ഇവിടെ കൊടുത്ത കണ്ടോ, ദ പോളിമേഴ്സ് ഹാവ് പുവർ solubility and so their solution is very dilute. The magnitude of osmotic pressure is large even for very dilute solution. അത് തന്നെയാണ്, ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. അതുകൊണ്ട് മെഷർമെന്റ് ഈസി ആയിരിക്കും, കാൽക്കുലേഷൻ ഈസി ആയിരിക്കും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എടാ, നമ്മൾ ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷൻ ഓൺലി സൊല്യൂഷൻ വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് 0.9% സൊല്യൂഷൻ ഈസ് യൂസ്ഡ്. നമ്മളെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സൊല്യൂഷനും 0.9% NaCl സൊല്യൂഷന് തുല്യമായിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഇഞ്ചക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ബ്ലഡിലേക്ക് വെള്ളം ഇഞ്ചക്ട് ചെയ്യാൻ പറ്റൂല. നമ്മളെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും 0.9% NaCl സൊല്യൂഷന് തുല്യമായിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഇഞ്ചക്ട് ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും ഐസോട്ടോണിക് ആയിരിക്കണം. മക്കളെ കാണുന്നില്ല ആൻസർ? ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സൊല്യൂഷനും ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഓസ്മോസിസ് നടക്കും. ബ്ലഡ് സെൽ വെൽ ഷ്രിങ്ക് ഓർ സെൽ, ബ്ലഡ് സെൽ ഷ്രിങ്ക് ചെയ്യും അല്ലെങ്കിൽ സ്വെൽ ചെയ്യും, ബ്ലഡ് സെല്ല് പൊട്ടിപ്പോവും. അപ്പൊ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും എന്തായിരിക്കണം? ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം, ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കണമെന്ന്. അഥവാ അതല്ലെങ്കിൽ ബ്ലഡ് സെൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 0.9% NaCl സൊല്യൂഷന് തുല്യമായിട്ടുള്ള സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യണമെന്ന് പറയുന്നത്. മക്കളെ ആൻസർ കാണുന്നില്ലേ? റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡു യു മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? Colligative properties are the properties of very dilute solution. വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, which depend only number of solute particle but not depend upon nature of solute particle. അതല്ലേ, വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ആണ്. അത് പാർട്ടിക്കിളിന്റെ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല എന്ന്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺലി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ബട്ട് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. റെഡി അല്ലേ? ആൻസർ ഇതാ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് റൗൾസ് ലോ എന്നാണ്. എന്താണ് റൗൾസ് ലോ? മകൾ ശ്രദ്ധിക്കുക, രണ്ട് വോളറ്റൈൽ കമ്പോണന്റ് ആണ്. ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് വോളറ്റൈൽ കമ്പോണന്റ് ആണ്, ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ആൽക്കഹോൾ പ്ലസ് വാട്ടർ. ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് വോളറ്റൈൽ കമ്പോണന്റ് ആണ്, ആൽക്കഹോളും വാട്ടറും. ഈ സൊല്യൂഷന് മുകളിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? പ്രഷർ ഡ്യൂ ടു ആൽക്കഹോൾ ഉണ്ടാവും, പാർഷ്യൽ പ്രഷർ ഓഫ് ആൽക്കഹോൾ എന്ന് പറയാം, പാർഷ്യൽ പ്രഷർ ഓഫ് ആൽക്കഹോൾ. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ ഉണ്ടാവും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോ ആണെന്ത്? റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ആൽക്കഹോൾ ഈസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ആൽക്കഹോൾ. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ആൽക്കഹോൾ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽക്കഹോൾ. അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. That is partial vapor pressure of a component in a solution is the vapor pressure of pure component and its mole fraction. Product of vapor pressure of pure component and its mole fraction. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Water ideal solution. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? ഐഡിയൽ സൊല്യൂഷൻ. സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ.
ബെൻസീനും ടൊളീനും, മിക്സർ ഓഫ് ബെൻസീൻ ആൻഡ് ടൊളീൻ. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ വെച്ചാൽ ബെൻസീനും ടൊളീനും. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? ഐഡിയൽ സൊല്യൂഷൻ. എക്സാമ്പിൾ ഈസ് ബെൻസീൻ, മിക്സർ ഓഫ് ബെൻസീൻ ആൻഡ് ടൊളീൻ. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എയും ബിയും മിക്സ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല, എനർജി ലിബറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, നൈദർ ഹീറ്റ് അബ്സോർബ് നോർ ഹീറ്റ് ലിബറേറ്റ്, എനർജി അബ്സോർപ്ഷനുമില്ല, എനർജി ലിബറേറ്റ് ചെയ്യുന്നുമില്ല, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് ഐഡിയൽ എന്ന് വിളിക്കാം. എയും ബിയും മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയം ചേഞ്ച് ഇല്ല എങ്കിൽ, മിക്സിംഗിൽ വോളിയം ചേഞ്ച് ഇല്ല എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ. അല്ലെ? വോളിയം ഇൻക്രീസും ഇല്ല, വോളിയം ഡിക്രീസും ഇല്ല. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. രണ്ട് പ്രോപ്പർട്ടി, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഷോൺ ബൈ എ മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ? ക്ലോറോഫോമും അസറ്റോൺ മിക്സ് ചെയ്താൽ എന്ത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? ഇതാണ് ക്ലോറോഫോമിന്റെ ഫോർമുല, CHCl3. ഇതാണ് ക്ലോറോഫോം. ഇതിനെ വിളിക്കുന്ന പേരാണ് അസറ്റോൺ, അതിനെ വിളിക്കുന്ന പേരാണ് അസറ്റോൺ. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്താൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഫോം ചെയ്യും. ഇന്ററാക്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂളിന് വേപ്പർ ആവാനുള്ള ടെൻഡൻസി കുറയുമെന്ന്, വേപ്പർ പ്രഷർ കുറയുമെന്ന്. അതാണ് കാരണം. ക്ലിയർ അല്ലേ? അപ്പൊ ക്ലോറോഫോമും അസറ്റോണും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആ? നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. എന്തുകൊണ്ടാണ്? ഇറ്റ് ഫോം ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമെന്ന്. ക്ലിയർ അല്ലേ? ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഹെൻറീസ് ലോ റിലേറ്റഡ് ടു സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. സ്റ്റേറ്റ്. ഓക്കെ, എന്താണ് ഹെൻറീസ് ലോ എന്നാ ചോദിച്ചത്? solubility of gas molecule at constant temperature. At constant temperature, answer what? At constant temperature, solubility of gas molecule in a given mass of solvent is directly proportional to the external pressure applied on the liquid surface. ഗ്യാസിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വാട്ടറിൽ ഗ്യാസിന്റെ സോലിബിലിറ്റി, സോൾവെന്റിൽ ഗ്യാസിന്റെ സോലിബിലിറ്റി അതിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണെന്ന് പറയുന്നത് ഹെൻറീസ് ലോ പറയുന്നത്. റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. സ്കൂബ ഡൈവേഴ്സ്, ഡീപ് സീ ഡൈവേഴ്സ് carrying oxygen helium mixture to avoid a disease bend. ബെൻഡ് പോലുള്ള ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടി, കാരണം ഡീപ്പിലേക്ക് പോകുന്തോറും പ്രഷർ കൂടും. ആ സമയത്ത് ബെൻഡ് എന്നുള്ള ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടി അവർ ഓക്സിജൻ ഹീലിയം മിക്സർ ക്യാരി ചെയ്യുന്നു. അതുപോലെ ക്ലൈംബേഴ്സിന് എപ്പോഴും ഒന്നുണ്ടാവും അനോക്സിയ എന്നൊരു മെഡിക്കൽ കണ്ടീഷനിലേക്ക് അവരെത്തും. അവർക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, അവർക്ക് തലകറക്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടും. എന്തുകൊണ്ടാണ്? മുകളിലോട്ട് പോകുന്നവരും പ്രഷർ കുറയുന്നേരം അവരുടെ ബ്ലഡിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയും. തീർച്ചയായിട്ടും അവരുടെ മെഡിക്കൽ കണ്ടീഷൻ എന്തുണ്ടാവും? പ്രശ്നമാവും. അതിനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. ഇത് രണ്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെൻറീസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലും സോഡാ ബോട്ടിലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിഷ് ഒരു സൗണ്ട് വരാറില്ലേ? എന്തുകൊണ്ടാ? നിങ്ങൾ എക്സസ് പ്രഷർ കൊടുത്ത് ആ സിലിണ്ടർക്ക് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹെൻറീസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിത്ത് എക്സാമ്പിൾ. Azeotrope എന്ന കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ കമ്പോണന്റ് cannot be separated by distillation. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ കമ്പോണന്റ് cannot be separated by distillation. ഇതിനെ വിളിക്കുന്ന പേരാണിത് അസിയോട്രോപ്പ്. കോൺസ്റ്റന്റ് ബോയിലിംഗ് ആണ്, അതിലെ ഇൻഡിവിജ്വൽ കമ്പോണന്റ് നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുക പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ 96% എത്തനോൾ വാട്ടർ മിക്സർ, അല്ല 95% എത്തനോൾ വാട്ടർ വോളിയം. ഓക്കെ, ഒന്നുമില്ല, അബൌട്ട് 95 to 96% എത്തനോൾ വാട്ടർ മിക്സർ ആണ് എന്ത് കാണിക്കുക? അസിയോട്രോപ്പ് ഫോം ചെയ്യുക. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ കമ്പോണന്റ് cannot be separated by distillation. ആരാണ് കാണിക്കുക? ഏതാ എക്സാമ്പിൾ? പറ, ഏതാണ് എക്സാമ്പിൾ? എത്തനോൾ വാട്ടർ മിക്സർ. ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പൊ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യനും നിങ്ങളെ ക്വാർട്ടർലി എക്സാമിനും മെയിൻ എക്സാമിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. വീഡിയോ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മക്കൾ കമന്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക. അതിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒരു കാര്യം മറന്നു പോകുന്നത്, നമ്മളെ 8 ഗണ്ട പ്ലസ് 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത്. ഓക്കെ ആണ്.